السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين. أما بعد. ബഹുമാനവും സ്നേഹവും നിറഞ്ഞ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, ഇത് ഞങ്ങൾ കേട്ടില്ലെങ്കിൽ, ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു നഷ്ടമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രയും മഹത്വമുള്ള, അത്രയും ഫലപ്രദമായ, നമ്മുടെ ഭൗതികവും ആത്മീയവുമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു കാര്യമാണ്. പ്രത്യേകിച്ചും നമുക്കിന്നറിയാം, നമ്മൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് തലവേദന എന്നുള്ളത്. അതിലും ഈ മൈഗ്രെയിൻ എന്ന് പറയുന്ന തലവേദന, വിട്ടുമാറാത്ത തലവേദന. ചെറിയ ഒരു വെയിൽ കൊണ്ടാൽ മതി, അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ മതി, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ചൂട് വെള്ളത്തിൽ കുളിച്ചാലും സംഭവിക്കും. അപ്പോൾ ചെറിയ ഒരു കാരണം, അതുകൊണ്ട് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തം എന്ന് തന്നെ പറയാം. കാരണം മൈഗ്രെയിൻ എന്ന ഒരു പ്രയാസം, ഒരു രോഗം ഒരാൾക്ക് ബാധിച്ചു കഴിഞ്ഞാൽ, അത് ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വിട്ടുമാറാതെ തലവേദന, ആ വേദന സഹിക്കാൻ കഴിയാതെ, പ്രത്യേകിച്ചും സ്ത്രീകൾ, അവർക്കൊക്കെ ഈ മൈഗ്രെയിൻ എന്ന് പറയുന്ന തലവേദന തുടങ്ങിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, പിന്നെ ഹോസ്പിറ്റലിൽ പോയി കൊണ്ട് അതിനുള്ള ചികിത്സ, ഇഞ്ചക്ഷനോ മറ്റോ വെച്ചാൽ മാത്രമേ അത് മാറുകയുള്ളൂ. ഇങ്ങനെയുള്ള പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്, ഒരുപാട് ഉമ്മമാർക്ക്, സഹോദരിമാർക്ക്. അപ്പോൾ അവർക്കെല്ലാവർക്കും വളരെയേറെ ഫലപ്രദമാകുന്ന, ഉപകാരപ്രദമായ ഒരു അറിവാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. അത് മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ ഈ മൈഗ്രെയിൻ എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതം തന്നെ ഒരു സുന്ദരമായി തീരും. നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ ഒരു സന്തോഷവും റാഹത്തുമായി തീരും. വലിയ വലിയ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, വലിയ വലിയ പ്രയാസങ്ങൾക്കൊക്കെയും ഈ പറയുന്ന കാര്യം വളരെയേറെ ഫലപ്രദമാണ് എന്നാണ് മഹാന്മാർ പറയുന്നത്. അതുകൊണ്ട് ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ പോയാൽ ഏറ്റവും വലിയ ഒരു നഷ്ടമാണ് എന്നതിൽ ഒരു സംശയമില്ല, നമ്മൾ ഖേദിച്ചു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനി പറയാൻ പോകുന്ന വിഷയങ്ങൾ ശരിക്കും നമ്മളൊക്കെ ശ്രദ്ധിക്കണം, നമുക്കൊക്കെ മനസ്സിലാക്കണം. അതായത് പരിശുദ്ധമായിരിക്കുന്ന സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ 4 ആയത്ത്, അവസാനത്തെ 4 ആയത്ത് നമുക്കെല്ലാവർക്കും അറിയുന്നതും നമ്മൾ കേട്ട് പിന്നെ മനഃപ്പാഠമായ ഒരു ആയത്തും കൂടിയാണ്, ആയത്തുകളാണ് ഈ പറയുന്നത്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ്. ഇങ്ങനെ തുടങ്ങുന്നതായിരിക്കുന്ന സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ 4 ആയത്ത് ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മഹത്തായ ആയത്തുകളാണ് ഈ പറയുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി പ്രയോജനങ്ങളും ഒട്ടനവധി പ്രതിഫലങ്ങളുമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ദുന്യാവിൽ എന്ന് മാത്രമല്ല, ആഖിറത്തിൽ പോലും നമുക്ക് വലിയ ഗുണം കിട്ടുന്ന 4 ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ഒഴിവാക്കി പോകരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ, നിത്യജീവിതത്തിൽ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. മാത്രവുമല്ല, വളരെ പ്രധാനപ്പെട്ട 11 മഹത്വങ്ങൾ ഈ സൂറത്തുൽ ഹശ്റിൻ്റെ അവസാനത്തെ 4 ആയത്ത് ഓതുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാനം ചെയ്തു. 11 മഹത്വങ്ങൾ ഈ ആയത്തുകളെ നിത്യമായി ഓതുന്നവർ, അല്ലാതെ 1-2 ദിവസം ഓതുന്നവർക്കല്ല. ജീവിതത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പലതും ചെയ്യാറുണ്ട്. 5 വക്ത നിസ്കാരം ഒരിക്കലും ഒഴിവാവാതെ നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ ഭക്ഷണം നമ്മൾ ഒരിക്കലും ഒഴിവാവാതെ ദിവസവും 3 നേരം കഴിക്കാറുണ്ട്.
അതുപോലെ വെള്ളം കുടിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല, വസ്ത്രം ധരിക്കാതെ ജീവിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇതുപോലെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഈ 4 ആയത്ത്, ഈ സൂറത്തുൽ ഹഷറിൻ്റെ അവസാനത്തെ 4 ആയത്ത് നമ്മൾ സ്വീകരിച്ചുവോ മുറുകെ പിടിച്ചുവോ പിന്നെ നമുക്ക് പേടിക്കണ്ട, പിന്നെ നമുക്ക് ഒരിടത്തും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. അത് വലിയ ഒരു പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു പ്രൊട്ടക്ഷനായി നമുക്ക് മാറിക്കഴിയും. അപ്പോൾ ഇതിനെപ്പറ്റി പറയപ്പെട്ട 11 മഹത്വങ്ങൾ ഏതാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഒന്നാമത്തെ മഹത്വം, പതിവായി ഈ ആയത്തുകൾ ഓതുന്ന മനുഷ്യൻ, നിത്യവും നിരന്തരവും പതിവായി ഓതുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ഖൈറല്ലാതെ, നല്ലതല്ലാതെ ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ കാണാൻ കഴിയില്ല. ഏതൊരു വിഷയത്തിലാണെങ്കിലും, എന്തൊരു വിഷയത്തിലാണെങ്കിലും, കച്ചവടമാണെങ്കിലും, കുടുംബത്തിലാണെങ്കിലും, മക്കളിലാണെങ്കിലും, വീട്ടിലാണെങ്കിലും, അവൻ്റെ സകല മേഖലകളിലും നല്ലതല്ലാതെ, ഖൈറല്ലാതെ, അവൻ ഇഷ്ടപ്പെടുന്നതല്ലാതെ ഒരിക്കലും അവൻ കാണൂല. ലം യറ ഇല്ലാ ഖൈറാ, ഖൈറല്ലാതെ അവൻ ഒരിക്കലും കാണൂല എന്നുള്ളതാണ്. എല്ലാത്തിലും ഒരു ഖൈർ അവനിക്കുണ്ടാവും. ഇതാണ് ഒന്നാമത്തെ മഹത്വം. രണ്ടാമത്തെ മഹത്വം എന്താണെന്നറിയോ? ഈ ആയത്തുകളിൽ ഉടനീളം പറയുന്നത് പരിശുദ്ധമായിരിക്കുന്ന അസ്മാഉൽ ഹുസ്നയാണ്. അസ്മാഉൽ ഹുസ്നാനെ കുറിച്ച് നമുക്കറിയാം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞുവല്ലോ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, അല്ലാഹ്ക്ക് അസ്മാഉൽ ഹുസ്നകളാകുന്ന നല്ല നല്ല പേരുകൾ അല്ലാഹുവിനുണ്ട്. അതുകൊണ്ട് ഫദ്ഉഹു ബിഹാ, ആ അസ്മാഉൽ ഹുസ്ന വിളിച്ചും കൊണ്ട്, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയും കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണേ എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹത്തായ 99 നാമങ്ങളാണ്. 99 അള്ളാഹുവിൻ്റെ ഇസ്മുകളാണ്. വളരെ പവിത്രമായ ഇസ്മുകളാണ്. ഈ ഇസ്മുകളെ ഒരാൾ ചൊല്ലിയും കൊണ്ട് ദ്വാരുന്നാൽ ആ ദ്വാ തട്ടപ്പെടുകയില്ല. ആ ദ്വാ അല്ലാഹു തആല കബൂൽ ചെയ്യുമെന്നാണ്. എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള അസ്മാഉൽ ഹുസ്ന അടങ്ങിയ ആയത്തുകളാണ് ഈ 4 ആയത്തുകൾ. അപ്പോൾ മാത്രമല്ല, ഈ അസ്മാഉൽ ഹുസ്നയിൽ തന്നെ പിന്നെ ഇസ്മുൽ അഅ്ലം എന്ന ഒരു നാമമുണ്ട്. അസ്മാഉൽ ഹുസ്ന മൊത്തം അള്ളാഹിൻ്റെ 99 പേരുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മഹത്വമുള്ള ആ ഇസ്മുകളുടെ നേതാവാണ് എന്നറിയപ്പെടുന്ന, നേതാവായി അറിയപ്പെടുന്ന ഒരു ഇസ്മുണ്ട്. അതിന് ഇസ്മുൽ അഅ്ലം, ഏറ്റവും വലിയ ഉന്നതമായ അള്ളാഹുവിൻ്റെ ഇസ്മു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഇസ്മുൽ അഅ്ലം ഒരാൾ അത് ചൊല്ലിയും കൊണ്ട് ദ്വാരുന്നാൽ പിന്നെ ഒരിക്കലും അവൻ്റെ ദ്വാ തട്ടപ്പെടൂല. പക്ഷെ ആ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മുൽ അഅ്ലം ഏതാണ് എന്ന് അല്ലാഹു തആല വ്യക്തമായി അറിയിച്ചു തന്നിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? അസ്മാഉൽ ഹുസ്ന മൊത്തം 99 ഇസ്മുകളെ ചൊല്ലിയും കൊണ്ട് ഒരാൾ ദുആ ചെയ്യട്ടെ എന്ന കാരണം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അസ്മാഉൽ ഹുസ്ന മൊത്തം നമ്മൾ ഓതിയും കൊണ്ട് ദ്വാരുന്നാൽ അതിൽ എന്തായിരിക്കും? ഈ ഇസ്മുൽ അഅ്ലം അതിലുണ്ടാകും. അപ്പോൾ നമ്മുടെ ദ്വാ തട്ടപ്പെടൂല. ഇസ്മുൽ അഅ്ലം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹാന്മാരാകുന്ന ആരിഫീങ്ങൾ, ഔലിയാക്കളുടെ ഒരു സീക്രട്ട് കോഡായിരുന്നു അത്രേ. കാരണം അവർക്ക് എന്തൊരു ആവശ്യമുണ്ടായാലും അവർ കണ്ണ് ചിമ്മിക്കൊണ്ട് ഈ ഇസ്മുൽ അഅ്ലം ഉച്ചരിച്ചാൽ അപ്പോൾ തന്നെ ആ കാര്യം അവർക്ക് വിട്ടപ്പെടുമായിരുന്നു, നിറവേറുമായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ ഒരുപാട് വിദൂരമുള്ള സ്ഥലത്തിലേക്ക് പെട്ടെന്ന് അവർക്ക് എത്തിപ്പെടണമെങ്കിൽ മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ചരിത്രത്തിൽ കാണാം, കണ്ണ് ചിമ്മിക്കൊണ്ട് ഈ ഇസ്മുൽ അഅ്ലം എന്ന നാമം അവർ ഉച്ചരിക്കുന്ന. അത് ഉച്ചരിച്ചതോടുകൂടി, അവർ കണ്ണ് തുറക്കുന്നതോടുകൂടി അവർ എവിടെയാണോ എത്തേണ്ടത് അവിടെ പോയി അവർ എത്തിയിരിക്കുന്ന. അപ്പോൾ അത്രയും വലിയ പവിത്രമായ, ഒരിക്കലും അറിയിക്കാൻ പറ്റാത്ത നിലക്കുള്ള ഫലമുള്ള ഒരു ഇസ്മുണ്ട്. അപ്പോൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരിക്കൽ നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, എനിക്ക് ഇസ്മുൽ അഅ്ലമിനെ കുറിച്ച് പറഞ്ഞു തരണം. സഅൽതു അൻ ഇസ്മുൽ അഅ്ലം. അദ്ദേഹം പറയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബി തങ്ങളോട് ഇസ്മുൽ അഅ്ലമിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, അലൈക ബി ആഖിരി സൂറത്തുൽ ഹശ്ർ ഫക്സിർ ഖിറാഅതഹാ. സുബ്ഹാനല്ലാഹ്. ഇസ്മുൽ അഅ്ലമിനെ കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ നബി തങ്ങളോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞത്, നീ എന്തായിക്കോ സൂറത്തുൽ ഹശ്റിൻ്റെ അവസാനത്തെ, അതായത് നമ്മൾ നേരത്തെ ഓതിയ ഈ പറയുന്ന ലൗ അൻസൽന എന്ന അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നീ ഓതിക്കോ. കാരണം അതിൽ ഇസ്മുൽ അഅ്ലമുണ്ട്. ഫക്സിർ ഖിറാഅതഹാ, അത് ഓതുന്നതിനെ നീ അധികരിപ്പിക്കൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളോട് പറഞ്ഞു എന്നാ. അപ്പോൾ വ്യക്തമാണല്ലോ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ ഇസ്മുൽ അഅ്ലമിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഈ ആയത്തുകൾ ഓതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിൽ തീർച്ചയായും ഇസ്മുൽ അഅ്ലം അടങ്ങിയിരിക്കുന്നു എന്നത് ഉറപ്പാണല്ലോ.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും ഈ 4 ആയത്ത് ഓതി കൊണ്ട് ദുആ ചെയ്തോ, തീർച്ചയായും അല്ലാഹു തആല ഉത്തരം നൽകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും, എത്ര വലിയ കാര്യമാണെങ്കിലും നിനക്ക് ഹാസിലാകാനുണ്ടെങ്കിൽ അത് ഈ ആയത്തുകളെ ഓതി ദുആ ചെയ്താൽ അത് അല്ലാഹു തആല പൂർത്തിയാക്കി തരും. അതുപോലെ എത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലും ഈ 4 ആയത്തുകളെ ഓതി കൊണ്ട് ദുആ ചെയ്താൽ ആ പ്രയാസത്തിൽ നിന്ന് കരകയറാൻ നമുക്ക് സാധിക്കും. ഇതാണ് 2ാമത്തെ ഫലം. 3ാമത്തെ ഫലം എന്താണ്? ഈ ആയത്തുകൾ ഒരാൾ ഓതിയാൽ അവൻ്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്ന മൻ ഖറഅഹാ ദായിമൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ. നിത്യവും നിരന്തരവും എല്ലാ ദിവസവും ഇതിനെ ഒരാൾ ഓതുകയാണെങ്കിൽ അവൻ്റെ എല്ലാ മുൻകഴിഞ്ഞു പോയ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കും എന്നതാണ് ഹബീബായ നബി തങ്ങൾ പിന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. 4ാമത്തെ ഫലം എന്താണ്? ഈ ആയത്തുകളെ നിരന്തരം ദായിമയായി ഓതുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മൂത്ത മുസ്ലിമാ, അവൻ മുസ്ലിമായിട്ടല്ലാതെ മരിക്കൂല. അള്ളാഹു ഭാഗ്യം നൽകിയ ആളുകൾക്കേ ഇത് സാധിക്കുകയുള്ളൂ. നമ്മളൊക്കെ കൊതിക്കുന്ന ആഗ്രഹമാണ്. നമ്മുടെ ഏറ്റവും വലിയ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ടെങ്കിലും അതിലേറ്റവും വലിയ ഒരു ആഗ്രഹം എന്നുള്ളത് പിന്നെന്താണ്? അപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം എന്നുള്ളത് നമ്മൾ മുസ്ലിമായി മരിക്കുക എന്നുള്ളതാണ്. എന്ത് ആഗ്രഹത്തിൻ്റെയും ഏറ്റവും മുകളിലുള്ളത് ഇതാണ്. എന്നാൽ ഈ അവസാനത്തെ ഹശ്ർ സൂറത്തിന് അവസാനത്തെ ഈ ആയത്തുകൾ ഓതിയാൽ നബി തങ്ങൾ പറയും യമൂത്തു മുസ്ലിമാ, അവൻ മുസ്ലിമായിട്ടല്ലാതെ മരിക്കൂല. അല്ലാഹു തആല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് നിത്യവും നാം ഇത് പതിവാക്കുക. ആ മഹത്തായ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കും, യാതൊരു സംശയവുമില്ല. പിന്നെ 5ാമത്തെ ഇതുകൊണ്ടുള്ള നേട്ടം ഇസ്സത്ത് വർദ്ധിക്കുമെന്നുള്ളതാണ്. ഒരിക്കലും ഒരാളുടെ മുമ്പിൽ പിന്നെ പ്രയാസപ്പെടേണ്ട, നാണക്കെടാകേണ്ട, അല്ലെ ഒരാളുടെ മുമ്പിലും പോയി കൈ നീട്ടേണ്ട ഗതികേട് വരൂല. അല്ലാഹു തആല സമൃദ്ധി നൽകും, ബറക്കത്ത് നൽകും, ഇസ്സത്ത് നൽകും. ഏതൊരു കാര്യവും സ്വന്തമായി ചെയ്തു തീർക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകും എന്നുള്ളതാണ് ഈ ആയത്തുകൾ പതിവാക്കിയാൽ കിട്ടുന്ന 5ാമത്തെ നേട്ടമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. പിന്നെ 6ാമത്തെ ഉദ്ദേശം, എത്ര വലിയ ആഗ്രഹം നിനക്കുണ്ടെങ്കിലും എന്താണെങ്കിലും അത് ഇന്നത് എന്നില്ല, എന്താണോ നിനക്കുള്ള ആഗ്രഹം, നിൻ്റെ മുറാദ് വലൗ കാന കബീർ, അതെത്ര വലുതാണെങ്കിലും ശരി, അതൊക്കെയും എന്താകും? ഈ ആയത്തുകൾ നിത്യമായി പതിവാക്കിയവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആഗ്രഹങ്ങൾ വീട്ടപ്പെടും, അതൊക്കെ ഹാസിലായി കിട്ടും എന്ന് മഹാന്മാർ പഠിപ്പിക്കുക. പിന്നെ 7ാമത്തെ ഉദ്ദേശം, 7ാമത്തെ ഫലം എന്താ? ഈ ആയത്ത് മൻഖറ ദായിമൻ, ഒരാൾ ഈ ആയത്തിനെ നിത്യവും നിരന്തരവും ഒരു ദിവസവും ഒഴിവാവാതെ ഓതിക്കഴിഞ്ഞാൽ, പാരായണം ചെയ്താൽ, ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കൊണ്ടു നടന്നാൽ അവനിക്ക് സംരക്ഷണത്തിനായി 70 മലക്കുകളെ നിയമിക്കപ്പെടുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. എത്ര? നമ്മുടെ വലത്തും ഇടത്തും മുൻപിലും പിൻപിലുമായി 70ഓളം മലക്കുകൾ ഏത് സമയവും നമ്മുടെ സംരക്ഷണക്കായി അല്ലാഹു തആല നിയമിക്കും എന്നുള്ളതാണ് 7ാമത്തെ ഫലം. 8ാമത്തെ ഫലം എന്താ? യുഹ്ഫളു മിനൽ ആഫാത്ത്, എല്ലാ നിലക്കുള്ള മുസീബത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അവനിക്ക് സംരക്ഷണം നൽകപ്പെടും. നിത്യമായി ഈ ആയത്തുകളെ പാരായണം ചെയ്യുന്ന മനുഷ്യനത്തോടത്തോളം ഏത് സ്ഥലത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും എത്ര വലിയ പ്രതിസന്ധിയിൽ അവൻ അകപ്പെടുന്നെങ്കിലും, എത്ര വലിയ മുസീബത്തിൽ പെടാൻ പോകുന്നെങ്കിലും, എത്ര വലിയ ആക്സിഡൻറ്റിൽ അവൻ പെട്ടുപോയാൽ പോലും ഒരു നിലക്കും അവനിക്കൊരു ബുദ്ധിമുട്ട് വരാതെ, അപകടം വരാതെ അവൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടും. അവൻ അറിയാതെ അല്ലാഹു തആല അവനെ രക്ഷപ്പെടുത്താൻ അവിടെ ഒരു വഴി അല്ലാഹു ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ അപകടങ്ങളിൽ നിന്ന് അവനിക്ക് കാവൽ നൽകപ്പെടും എന്നുള്ളതാണ് 8ാമത്തത്. 9ാമത്തെ കാര്യം, ഈ ആയത്തുകൾ നിരന്തരം ഓതുന്നവനെ സംബന്ധിച്ചിടത്തോളം 9ാമത് കിട്ടുന്ന ഫലം എന്തറിയോ? ഫഖദ് ഔജബല്ലാഹുൽ ജന്ന. സുബ്ഹാനല്ലാഹ്, അവൻ സ്വർഗത്തിൽ കടക്കുന്നല്ല നബി തങ്ങൾ പറഞ്ഞത്. ഈ ആയത്തിനെ നിരന്തരം ഓതുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫഖദ് ഔജബൽ ജന്ന, അവനിക്ക് സ്വർഗം അല്ലാഹു നിർബന്ധമാക്കി. സ്വർഗത്തിൽ കടക്കുന്നല്ല, സ്വർഗം അല്ലാഹു തആല നിർബന്ധമാക്കി. പിന്നെ ഒരിക്കലും അവൻ നരകത്തിൽ പോലെ, നരകം ഹറാമാണ്. ആർക്ക്? ഏതെങ്കിലും 1-2 ദിവസം അല്ല ഒരാഴ്ച അല്ല ഒരു മാസം ഓതി പിന്നെ നിർത്തിയവനെ സംബന്ധിച്ചിടത്തോളം അല്ല ഈ പറയുന്നു. മറിച്ച് മരണം വരെ നിരന്തരം ഓർമ്മയുള്ള കാലത്തോളം പതിവായി ഓതിയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് നരകം ഹറാമാണ്, സ്വർഗം നിർബന്ധമാണ്. അല്ലാഹു തആല നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു നിസ്സാരമായി കാണുന്ന വിഷയമായിരിക്കും, അല്ലെങ്കിൽ വലിയ ഗൗരവം കൊടുക്കൂല. ഇത് ഈ ആയത്ത് ഓതിയ സ്വർഗത്തിൽ കടക്കോ എന്ന് ചിന്തിക്കുന്ന ആളുണ്ടാവും. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഇത്തരം കാര്യങ്ങളെ കൊണ്ട് തന്നെയാണ് അള്ളാഹു താല നമുക്ക് സ്വർഗം നൽകുന്നത്. നമ്മൾ അതറിയാത്ത വിഷയങ്ങളായിരിക്കും, അറിയാത്ത കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത വിഷയമായിരിക്കും. ആ ശ്രദ്ധിക്കാത്ത കൊണ്ട് തന്നെ നമ്മളത് അശ്രദ്ധരാകും. അപ്പോൾ അശ്രദ്ധരായി പോകുന്ന പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അതിലായിരിക്കും നമ്മുടെ വിജയമുണ്ടാവുക, നേട്ടമുണ്ടാവുക. അപ്പോൾ ഈ സൂറത്ത്, ഈ ആയത്തുകളെ പതിവാക്കിയാൽ അവനിക്ക് സ്വർഗം നിർബന്ധമാണ് എന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. പിന്നെ 10ാമത്തത്, നിനക്ക് ടെൻഷൻ, ഡിപ്രഷൻ, ബേജാറ്, ദുഃഖം എന്തൊക്കെയുണ്ടോ ഇത് നീ പതിവാക്കുന്നുണ്ടെങ്കിൽ അതൊക്കെയും മാറിക്കിട്ടും. അത് ഏത് വിഷയത്തിലാണ് ശരി. ഉദാഹരണത്തിന് മക്കളുടെ കല്യാണത്തിൻ്റെ വിഷയം, അല്ലെങ്കിൽ നിൻ്റെ കല്യാണത്തിൻ്റെ വിഷയം തന്നെ അത് ശരിയായിട്ടില്ല, അല്ലെങ്കിൽ മക്കൾക്ക് പിന്നെ ലായക്കായ യോജിച്ച ഇണകളെ കിട്ടുന്നില്ല, പ്രയാസത്തിലാണ് നീ, ബുദ്ധിമുട്ടിലാണ്, ബേജാറിലാണ്, അല്ലെങ്കിൽ നിൻ്റെ കച്ചവടത്തിൻ്റെ വിഷയം ഭയങ്കര നഷ്ടത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, അല്ലെ വീടില്ല, അല്ലെ വീട് പണി തുടങ്ങി പകുതിയിലായിട്ടുണ്ട്, പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല, ഇങ്ങനെ. അതുപോലെ കടത്തിൻ്റെ വിഷയം ഇന്ന് പറയേണ്ടതില്ലല്ലോ. കടം എന്നത് വലിയ ഒരു പ്രതിസന്ധിയായി മനുഷ്യൻ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, എന്ത് ടെൻഷൻ നിനക്കുണ്ടെങ്കിലും, ബേജാറുണ്ടെങ്കിലും, ഈ സൂറത്തുൽ ഹശ്റിൻ്റെ അവസാനത്തെ ആയത്തുകൾ നീ പതിവായിക്കോ. അള്ളാഹു താല നിനക്കതിൽ നിന്ന് മോചനം നൽകും. അള്ളാഹു നിനക്കതിൽ നിന്ന് സലാമത്ത് നൽകും. നിൻ്റെ ടെൻഷൻ മാറിക്കിട്ടും, നിൻ്റെ ബേജാറ് മാറിക്കിട്ടും. അതിനുള്ള വഴികൾ അള്ളാഹു താല നിനക്ക് എളുപ്പമാക്കി തരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇതാണ് 10ാമത്തെ ഫലമെങ്കിൽ പ്രിയപ്പെട്ടവരെ, 11ാമത്തെ ഒരു ഫലം കൂടി നമുക്ക് മനസ്സിലാക്കാം. 11ാമത്തെ ഫലം നമ്മുടെ ഭൗതികമായും നമ്മുടെ ശാരീരികമായും വലിയ നമുക്ക് ഗുണമുള്ള ഒരു കാര്യമാണ്. എന്താണത്? എത്ര വലിയ രോഗമാണെങ്കിലും, ഉദാഹരണത്തിന് ക്യാൻസർ, അതുപോലെ തന്നെ ഹാർട്ട് സംബന്ധമായ രോഗം, ഏത് രോഗമാകട്ടെ, അതിനിക്ക് ഈ സൂറത്തുൽ ഹശ്റിൻ്റെ അവസാനത്തെ ആയത്തുകൾ ഓതിയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശമനമുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. അപ്പോൾ എത്ര വലിയ രോഗമാണെങ്കിലും ഇത് പതിവാക്കിയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് അവനിക്ക് മോചനം ലഭിക്കും, ആ രോഗങ്ങൾ ശിഫയാകും എന്നാണ്. മാത്രമല്ല, എത്രത്തോളം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മൈഗ്രെയിൻ എന്ന പ്രശ്നം ഇന്ന് നമ്മുടെ ഉമ്മമാർക്ക്, സഹോദരിമാർക്ക്, ഭാര്യമാർക്കൊക്കെ കൂടുതൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ അതിന് പോലും ഏറ്റവും ഫലമുള്ള ഒരു മരുന്നാണ്, ഒരു മൂലികയാണ് ഈ ആയത്തുകൾ. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരിക്കൽ തങ്ങൾക്കൊരു രോഗം ബാധിച്ചു. തങ്ങൾക്കൊരു രോഗം വന്നു. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് തങ്ങളോട് പറഞ്ഞു അത്രേ, അല്ലാഹു യദക്കർ ഇസക്ക, നബിയെ തങ്ങളുടെ കൈ തലയുടെ മുകളിൽ ഇങ്ങനെ വെക്കുക, എന്നിട്ട് വഖറ ഹാദിഹിൽ ആയാത്ത്, ഈ ആയത്തുകൾ, അതായത് സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ 4 ആയത്തുകൾ തങ്ങൾ ഓതിക്കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ചെയ്തു. ഫീഹി ഷിഫാ, അതിൽ ശമനമുണ്ട് എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പ്രത്യേകിച്ച് തലവേദന പോലെയുള്ള രോഗങ്ങൾ, ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് തങ്ങൾ, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാണ്, തലവേദനക്ക് ഏറ്റവും വലിയ ഒരു മൂലികയാണ് ഈ ആയത്തുകൾ എന്നാണ്. അപ്പോൾ വിട്ടുമാറാത്ത നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന രോഗം മൈഗ്രെയിൻ, അതിനൊക്കെ ഏറ്റവും വലിയ ഒരു സിദ്ധ ഔഷധമാണ് ഈ ആയത്തുകൾ. അപ്പോൾ അത്തരക്കാർ തലയുടെ മുകളിൽ കൈവച്ചും കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നെറ്റിയുടെ മേൽ ഇങ്ങനെ കൈവച്ചും കൊണ്ട് ഈ ആയത്തുകൾ പാരായണം ചെയ്യുക, നല്ല നിയത്തോടു കൂടി പാരായണം ചെയ്യുക. അതുപോലെ തന്നെ ഒരല്പം വെള്ളത്തിൽ ഊതി അത് കുടിക്കുകയും തലയും മുഖവും അതുകൊണ്ട് കഴുകുകയും ചെയ്താൽ മൈഗ്രെയിൻ പോലെയുള്ള രോഗങ്ങൾക്കത് ശമനമാണ്, മരുന്നാണെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പഠിപ്പിക്കുകയാണ്. നബി തങ്ങൾ പറയുന്നുണ്ട്, മരണമല്ലാത്ത എല്ലാ രോഗത്തിനും ഇത് ശമനമാണെന്നാണ്. പിന്നെ ഇനി പറയണോ? ഇനി ആ രോഗം ഈ രോഗം എന്ന് ഓരോന്ന് എണ്ണേണ്ട ആവശ്യമില്ല. തങ്ങൾ പറയുന്നുണ്ട്, മരണമല്ലാത്ത എല്ലാ രോഗങ്ങൾക്കും ഈ ആയത്തുകൾ പരിഹാരമാണ്, ഷിഫ ആണ്, മരുന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആയത്തുകൾ അധികരിപ്പിക്കുക. ജീവിതത്തിൻ്റെ ഒരു നിത്യഭാഗമായി, നമ്മുടെ ഒരു അവിഭാജ്യ ഘടകമായി നമ്മൾ സ്വീകരിച്ചാൽ നമുക്കൊരുപാട് ഫലങ്ങൾ ഇതിലൂടെ കാണാൻ സാധിക്കും, ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കും. മാത്രമല്ല, ഇനി ഇത് ഓതേണ്ടത് എപ്പോഴാണ്? ഇനി സമയം എപ്പോഴാണ്?
സുബഹി നിസ്കാരത്തിൻ്റെയും മഗ്രിബിൻ്റെയും ശേഷമായിരിക്കണം ഇത് ഓതേണ്ടത്. സുബഹി നിസ്കരിച്ച് അതേ സ്ഥലത്തിരുന്ന് ഇത് ഓതുക. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് അതേ സ്ഥലത്തിരുന്ന് കൊണ്ട് 1, 2, 3 പ്രാവശ്യം ഓതുക. അങ്ങനെ നിത്യമാക്കിയാൽ എന്നും ഇടമുറിയാതെ നമ്മൾ ഓതുകയാണെങ്കിൽ നമുക്കത് ഏറ്റവും വലിയ ഒരു ഫലം അല്ലാഹു തആല ഇതിലൂടെ തരും. അതുകൊണ്ട് ഈ ആയത്തുകൾ നമ്മൾ ഓതണം, ഒരിക്കലും വിട്ടുപോകരുത്. മനസ്സിലായില്ലേ? എല്ലാവരും ഇതൊന്ന് നിർബന്ധമായി ഈ ഒരു ഉപദേശം കണക്കിലെടുക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് ഓതുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കി തരുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും കടങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും പാരായണം ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم.